ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് കപ്പങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യമേ തന്നെ കപ്പങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുക. നല്ല രീതിയിൽ വെന്തുടയണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അത് ഉടയുന്ന രീതിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണങ്ങിയെടുക്കാം. 1-2 വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇതേപോലെ ചുങ്ങി കപ്പങ്ങ ഉണങ്ങി വരും. നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അതിനുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് മുളക് പൊടിയും വെളുത്തുള്ളിയും കായും ഉലുവയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അച്ചാർ റെഡിയാക്കാം. നമ്മൾ ആദ്യമേ തന്നെ വെളുത്തുള്ളി നല്ലെണ്ണയിൽ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് വറുത്ത് കോരുന്നത്. ഇനി നമുക്ക് ആ സെയിം നല്ലെണ്ണയിൽ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി വാടിക്കഴിയുമ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കായവും പൊടിച്ചതും വെളുത്തുള്ളിയും ഉണങ്ങിയ കപ്പങ്ങയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. രണ്ടാമത് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓൾറെഡി കപ്പങ്ങ വേവിക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് ഉണങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കപ്പങ്ങയ്ക്ക് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെന്നാണ് ഇതിന് പറയണേന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തന്നെ ഇതിന് 2-3 പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈസി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് പറയണം. അത്ര ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.